വയനാട്ടിലെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് നാളെ നാടിന് സമർപ്പിക്കുമ്പോൾ ഏറെ സന്തോഷമുള്ള വിഷയമാണ്. കാരണം നമ്മളെ ചുറ്റുപാടുമുള്ള ആ എല്ലാം നഷ്ടപ്പെട്ട ആ ജനതയെ ഇത്രമാത്രം ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ അവർക്ക് ഏറ്റവും മികച്ച രീതിയിലുള്ള ഏറ്റവും നല്ല ഒരു ഇടമാണ് ഒരുക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കൽപ്പറ്റ ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഏറ്റവും മികച്ച സ്ഥലം തന്നെയാണ് സർക്കാർ പിന്നെ ഈ ടൗൺഷിപ്പിന് വേണ്ടി കണ്ടെത്തിയത്. ഒരുപക്ഷെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി, നേരത്തെ തോട്ടം ഭൂമിയായിരുന്നു, ഇന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയായി മാറിയിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങളും പിന്നെ സൈബർ അറ്റാക്കുകളും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വന്ന് കാണുന്ന ഓരോ മനുഷ്യനും എങ്ങനെയാണ് ആ എല്ലാം നഷ്ടപ്പെട്ട ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ജനതയെ ഒരു സർക്കാർ ചേർത്ത് പിടിച്ചത് എന്ന് ഇവിടെ വന്ന് കാണുന്ന ഓരോ ആൾക്കും മനസ്സിലാവും. എത്രമാത്രം മനോഹരമായിട്ടാണ് ആ ജനതയ്ക്ക് വേണ്ടിയുള്ള അവരുടെ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ള ചർച്ചകളും വിവാദങ്ങളും ഒക്കെ തന്നെ അത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ബാലിശമായ കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് വിസ്മരിക്കാം. കാരണം ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത് സന്തോഷകരമായ അവസ്ഥയിലാണ്. സർക്കാരിന് ലഭിച്ച 750 കോടി, ആ 750 കോടി രൂപ എന്ന് പറയുന്നത് കേവലം ഒരു വീടുകൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഇവിടെ മരണപ്പെട്ട മുഴുവൻ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നഷ്ടപരിഹാരം സർക്കാർ നൽകി. പിന്നെ ആ ഒരു ദുരന്തവും ബന്ധപ്പെട്ടുകൊണ്ട് പരിക്ക് പറ്റിയ ആളുകളുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകി, പിന്നെ സഹായങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ എല്ലാ മാസവും 25,000 രൂപ വെച്ചുകൊണ്ട് ഇപ്പോൾ അവർക്ക് പിന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ കൂപ്പണായിട്ടും വാടകയായിട്ടും അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് തൊഴിൽ രഹിത വേതനമായിട്ടും 25,000 രൂപ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ 750 കോടി രൂപ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോ മനുഷ്യരും 1 രൂപ നാണയത്തൊട്ട് മുതൽ അങ്ങോട്ട് വലിയ തുകകൾ വില നൽകിയ എല്ലാ ആളുകൾക്കും നമ്മൾ നൽകിയ ആ ഒരു പണം, CMDRF നൽകിയ ആ ഒരു പണം 750 കോടി രൂപ അത് ഒരിക്കൽ നഷ്ടമായിട്ടില്ല എന്നും അല്ലെങ്കിൽ ഒരിക്കലും അതൊരു പാഴായി പോയിട്ടില്ല എന്നത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു ചേർത്ത് നിർത്തലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിവാദങ്ങൾക്കും വിരാമമാണ്. ഈ സർക്കാരിൻ്റെ ഈ മികച്ച രീതിയിലുള്ള ചേർത്ത് പിടിക്കലിനെ നമുക്ക് അഭിനന്ദിക്കാം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആളുകളുടെ അവരുടെ സന്തോഷം എത്രയാണെന്ന് പോലും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്തോഷമാണ് ആ ഓരോ മനുഷ്യൻ്റെയും മുഖത്തുള്ളത്. നമ്മളിവിടെ ഈ ചുറ്റുപാട് വന്നിരിക്കുന്ന ആളുകൾ, നിരവധി ആളുകൾ, ഈ വീട് ലഭിച്ച ആളുകളാണ്, അവരൊക്കെ മുഖത്തുള്ള സന്തോഷം, ആ സന്തോഷമാണ് നമ്മൾ കാണേണ്ടത്. ആ സന്തോഷത്തെ ചേർത്ത് പിടിക്കുവാനും അനാവശ്യ സൈബർ അറ്റാക്കുകളും അക്രമങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആ ജനതയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണമെന്നാണ് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന.